ഹലോ, അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇഷമോളുടെ പണിയാണ് നാരങ്ങ വെള്ളം കലക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പത്തിരി ആണെങ്കിൽ എനിക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കി വെക്കാത്തതുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കി. പിന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ടു നമ്മൾ അപ്പത്തിനാട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂൾ വിട്ട് വന്ന് ഉറങ്ങി ഒരു 4 മണി 4:15 അടുക്കളയ്ക്ക് എത്തിയിട്ടുള്ളത്. അതാ നമ്മൾ എന്ത് അടുക്കളയിൽ നമ്മളെ സൗണ്ട് കേട്ടാൽ പൂച്ച വന്നു കേട്ടോ. പിന്നെ തരിക്കനി ഉണ്ടാക്കലാണ് ഉമ്മാൻ്റെ മെയിൻ പണി. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുടിക്കാനും അത് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ നൂൽപുട്ടൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചട്നി ഇറക്കാം, ബാക്കി അപ്പമാണല്ലോ. അപ്പോൾ അപ്പം ചട്നിയും ബീഫ് കറിയും നൂൽപുട്ടും അങ്ങനെ കഴിക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്യലാണ്. പിന്നെ ജ്യൂസിനുള്ള പൈനാപ്പിളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ലൈറ്റായിട്ടുള്ള എണ്ണക്കടിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫും എന്താണെന്നറിയില്ല, ഒരു ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഈത്തപ്പഴം പൊരിച്ച് ഒപ്പിച്ചു കേട്ടോ. അത്രയ്ക്ക് മതി വിചാരിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പാത്രം കഴുകലുണ്ടല്ലോ, അതാണ് ടാസ്ക്. അപ്പോൾ ഇടയ്ക്ക് ഇഷ്ടംപോലെ കഴുകി തരിട്ടുള്ളൂ നല്ല മൂടാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നാളെ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, നാളെ പത്തിരി ഉണ്ടാക്കണേ ഇന്ന് രാത്രി അത് പരത്തി ഫ്രിഡ്ജിൽ വെക്കും. അല്ലാതെ എല്ലാം കൂടി എന്നെ കൊണ്ട് എത്തൂല. എനിക്ക് പുറത്തിറങ്ങി വന്നാൽ ക്ഷീണമാവും. അപ്പോൾ ഞാൻ ആ പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. രാത്രി അത് പരത്തും ചെയ്യും. പിന്നെ അതാ ഞങ്ങൾ നോമ്പ് തുറക്കാൻ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തേക്കാത്തത് എനിക്ക് ഓർമ്മ കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ലൈറ്റ് നോമ്പ്